ഹായ് ഗൈസ്. അപ്പോൾ നമ്മുടെ കിഡ്സ് ക്യാമറ എല്ലാവർക്കും അറിയാം. ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു കിഡ്സ് ക്യാമറയുടെ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു 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 ചെറിയ ലോങ് വീഡിയോ ഞാൻ ഇടുവാണിപ്പം. അത് ഞാനിപ്പോൾ കാണിക്കാം. അപ്പം ഞാൻ ഒന്ന് ഇടാൻ വിചാരിച്ച് അതിനകത്തുള്ള ആപ്പുകൾ സെറ്റിങ്സ് അങ്ങനെയുള്ളതൊക്കെ കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ കിഡ്സ് ക്യാമറ എന്ന് വെച്ചാൽ മിനി ക്യാമറ. ഇത് നമ്മൾ കുത്തിയിട്ടേക്കാണ്. ഇപ്പോൾ വേറെ ചാർജറാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ നല്ല രസമാണ് ഗൈസ് ഈ പിങ്ക് കളറിലെ കാണാൻ. ബ്ലൂ കളറിലെ ഇത് ആഷിൻ്റെ ആണ്. അപ്പോൾ ആഷിന് ഓർഡർ ചെയ്തത് ബ്ലൂ കളറിലാണെന്നാണ്. പക്ഷേ കിട്ടിയത് ഈ കളർ പിങ്ക് കളറാണ്. എൻ്റെ ഫേവറേറ്റ് കളറാണ്. പക്ഷേ എനിക്ക് ബ്ലൂ കിട്ടുവാണെങ്കിൽ ഇവന് കൊടുക്കണമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ കൊടുക്കത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഇവന് വേണ്ടാന്നും പറഞ്ഞു. നോക്കിനി നമ്മുടെ ക്യാമറ ഒന്ന് ഓണാക്കാം. അപ്പം ഇതിൻ്റെ ഈ ചാർജ് ചെയ്യുന്ന ആ വയറ് മാറ്റിയിട്ടേക്കുക. എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാകുമ്പോൾ നമുക്കിങ്ങനെ നമുക്ക് കുത്തിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ എടുക്കാമല്ലോ, ഇങ്ങനെ ഗെയിമൊക്കെ കളിക്കാമല്ലോ. പക്ഷേ അങ്ങനെ ചെറുതാകുമ്പോൾ നമുക്ക് കുറച്ച് പാടാണ്. അതുകൊണ്ടാണ് ഇത്രയും ഇതിട്ടേക്കുന്നത്. ഇത് ഓണാക്കാം. നമ്മുടെ ക്യാമറ ഓണായി. പിന്നെ അത് ഫോട്ടോ എടുക്കുന്നതുണ്ട്, പിന്നെ ഇതാ വീഡിയോ എടുക്കുന്നതുണ്ട്, നമ്മുടെ ഫോട്ടോ എടുത്ത് ഗ്യാലറി ഉണ്ട്, പിന്നെ നമ്മുടെ സെറ്റിങ്സ് ഉണ്ട്, പിന്നെ ഗെയിംസ് ഉണ്ട്, പിന്നെ സോങ് ഉണ്ട്, പിന്നെ പാട്ട് മ്യൂസിക് ഉണ്ട്. ഇതും നമുക്ക് ഓപ്പൺ ആക്കാൻ പറ്റില്ല. കാരണം ഇവിടെ ഞാൻ മെമ്മറി കാർഡ് ഇട്ടിട്ടില്ല. മെമ്മറി കാർഡ് ഇല്ല. അപ്പോൾ മെമ്മറി കാർഡ് നാളെ വാങ്ങിക്കും. എന്നിട്ട് ഇതും ഓണാക്കാൻ പറ്റത്തില്ല, ഇതും ഓണാക്കാൻ പറ്റത്തില്ല, ഇതും ഓണാക്കാൻ പറ്റും. ഇത് ഓണാക്കാൻ പറ്റും. എന്തുവാ? ഫോട്ടോ എടുക്കാൻ പറ്റും. ഫോട്ടോ നമ്മൾ എടുത്തിട്ട് അപ്പോൾ ഗൈസ്, ഇതാണ് നമുക്ക് ഫസ്റ്റ് ഫോട്ടോ എടുക്കുന്നത് നോക്കാം. നമ്മൾ ഇഷ്ടമുള്ള എടുത്തിട്ട് ഇവിടെ ഞെക്കണം. നമ്മുടെ ഫോട്ടോ എടുക്കുന്ന ഓപ്പണാവും. അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ പറ്റും. നമുക്കിനി ഇത് ഇങ്ങനെ നമ്മൾ ഓരോ കളറാക്കാൻ പറ്റും. ഇങ്ങനെ ഓരോരോ ഈ ഭാഗത്ത് ഞെക്കിയാൽ കണ്ടോ, ഇങ്ങനെയൊക്കെ ആക്കാൻ പറ്റും. പിന്നെ ഇങ്ങനെ കണ്ടോ, നല്ല രസമില്ലേ ഇങ്ങനെ. എന്നിട്ട് പിന്നെ നമുക്ക് ഇങ്ങനെ ആക്കി എടുത്തിട്ട് നമ്മുടെ പഴയ കളർ തന്നെ ആവും. നമ്മുടെ റിയൽ കളർ ആവുമ്പോൾ നമുക്കത് ഇങ്ങനെ ശരിക്കും അത് ഇപ്പോൾ ബ്ലൂ അല്ല കാണിക്കുന്നത്. ശരിക്കും ബ്ലൂ കളർ അല്ല. നിങ്ങൾക്ക് അത് ഫോണിനകത്തോടെ എടുക്കുമ്പോഴാണ് ഇപ്പോൾ അങ്ങനെ തോന്നുന്നത്. നമുക്കിങ്ങനെ ഫ്രെയിം കൂട്ട് അങ്ങനെ ആക്കാൻ പറ്റും. ഇങ്ങനെ മരങ്ങളുടെയും കുറേ പുല്ലുകളുടെയും കേട്ടോ, ഇങ്ങനെ കിരീടം, ചുണ്ട്, പിന്നെ സൈഡിൽ പിള്ളേരിക്കുന്നത്, പിന്നെ ഹാപ്പി ബർത്ത്ഡേ, പിന്നെ ഇങ്ങനെ ലവിന് അവിടെ ബലൂണ്, പിന്നെ ബലൂണ്, അങ്ങനെ പിന്നെ ഡോക്ടറിൻ്റെ അങ്ങനെ കണ്ണാടി, മീശവായി, അങ്ങനെ കുറേ സാധനങ്ങൾ. ഓക്കെ, നമ്മുടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള കളറായിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി ഇത് ഫോട്ടോ എടുക്കാൻ പറ്റും. നമുക്കിതിൻ്റെ ഫോട്ടോ എടുക്കാം. ഓക്കെ, നമ്മൾ എടുത്തു ഗൈസ്. നമ്മൾ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഞെക്കുമ്പോൾ ഫോട്ടോ ആവും. നമുക്കത് കാണണമെങ്കിൽ ഇവിടെ ഇപ്പോൾ നമുക്കിനി ഇവിടെ ഞെക്കുമ്പോൾ നമുക്ക് പഴയ നമ്മുടെ എടുക്കും. നമ്മൾ എന്നിട്ട് ഈ ഗ്യാലറി പോയി നോക്കണം. ഗ്യാലറി കാണുമ്പോൾ നമ്മൾ എടുത്ത ഫോട്ടോസ് കാണിക്കും. ഇതൊക്കെയാണ് ഗൈസ് ഞങ്ങൾ എടുത്തിരിക്കുന്ന ഫോട്ടോകൾ. ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇവിടെ ഞെക്കിയിട്ട് നമുക്ക് ഗെയിംസിലോട്ട് പോവാം. അപ്പം നമുക്കിനി ഗെയിമിലോട്ട് പോവാം. നമുക്കിവിടെ ഞെക്കുമ്പം എന്തെടുത്താലും ഇങ്ങനെയാണ്. നമുക്കിനി ഇവിടെ ഇങ്ങനെ ഞെക്കണം. അപ്പം ആദ്യം നമ്മുടെ സ്നേക്കിൻ്റെ പടം അതുണ്ട്. എല്ലാവർക്കും നമ്മുടെ നോക്കിയ ഫോണിലൊക്കെ ഇല്ലേ, ഇത് കണ്ട ഇങ്ങനെ
പക്ഷേ ഇതൊക്കെ കളിക്കാൻ നല്ല രസമാണ് ഗൈസ്, കണ്ടോ. ഓക്കെ, പിന്നെ വേറെ ഇങ്ങനെ ഇതിങ്ങനെ അതെന്തൊരു കളിയാണ് പക്ഷെ എനിക്ക് അറിയത്തില്ല. ഇത് നമ്മളിങ്ങനെ ഇത് കൂട്ടിയിട്ട് വഴി കൂട്ടൊക്കെ വെച്ചിട്ട് അതിനകത്തൂടെ ഇങ്ങനെ ഒരു ചതുരം ഇങ്ങനെ അത് നമുക്ക് കറക്റ്റ് വഴി കൂടെ കൊണ്ടുവരുന്നതാണ്. നെക്സ്റ്റ് ഒരു പ്ലെയിനിൻ്റെ നമ്മളിങ്ങനെ റോക്കറ്റ് ഇങ്ങനെ ജെറ്റ് കൊണ്ട് കാണിച്ചു തരാം. കണ്ടോ, ഇങ്ങനെ കണ്ടോ, അങ്ങനെയൊക്കെ. പിന്നെ ഈ ഗെയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ നീക്കി പോകുന്ന ഇത് കണ്ട് ഇങ്ങനെ പോയി താപ്പോട്ട് വന്ന് ഇങ്ങനെ നീക്കി കൊണ്ടുപോയി പിന്നെ ഇങ്ങോട്ട് വന്ന് എന്നിട്ട് ഇങ്ങനെ നീക്കി അങ്ങനെ കളിക്കുന്നത്. അപ്പോൾ വന്നിട്ട് കണ്ടോ, പാസ്സായി. അപ്പം നമുക്കിനി ഇവിടെ നിൽക്കുമ്പം നമ്മുടെ ഗാലറി വരുന്നു. പക്ഷേ നമുക്ക് സെറ്റിങ്സ് ഒന്ന് എടുത്ത് നോക്കാം കേട്ടോ ഗൈസ്. നമുക്ക് സെറ്റിങ്സ് ഓപ്പൺ ആക്കാം. ഞാനിപ്പോൾ സെറ്റിങ്സ് ഒന്നും മാറ്റുന്നില്ല. അപ്പം സെറ്റിങ്സ് എല്ലാം റെഡിയാക്കി വെച്ചേക്കുവാണ്. അപ്പം ഫസ്റ്റ് സൈസ് എന്തോ എനിക്ക് അറിയത്തില്ല. അപ്പം ഇത് കണ്ടോ, ഇങ്ങനെ റെസൊല്യൂഷൻ, ലൈറ്റ്, ടൈം സ്റ്റാമ്പ്, വോളിയം, പിന്നെ ടൈം സെറ്റിങ്, പിന്നെ ഓട്ടോ ഓഫ്, ലാംഗ്വേജ്, ഡിലേ, പിക്ചർ അത്, പിന്നെ LCD ഓഫ്. അങ്ങനെ LCD ഓഫാക്കിയിട്ടേക്കാണ്. അല്ല, LCD ഓഫല്ല, അങ്ങനെ എനിക്കത് പറഞ്ഞു തരാൻ കൃത്യമായിട്ട് അറിയത്തില്ല ഗൈസ്. ഓക്കെ, നമ്മുടെ ക്യാമറയിൽ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ നമുക്ക് ഇതെടുക്കാൻ പറ്റുമായിരുന്നു, പക്ഷേ മെമ്മറി കാർഡ് ഇല്ലാതെ നമുക്ക് വീഡിയോ എടുക്കാൻ കഴിയില്ല ഗൈസ്. നമുക്ക് ഇവിടെ നെറ്റ് കാണിച്ചു തരാം. കണ്ടോ, നോ കാർഡെന്ന് എഴുതി കാണിച്ചു. അടുത്തത് നമുക്ക് ഇവിടെ വന്നിട്ട് മ്യൂസിക് എടുത്ത് കാണിച്ചു തരാം. മ്യൂസിക് എടുക്കുമ്പോഴും ഇത് തന്നെയാണ് കാണിക്കുന്നത്. കണ്ടോ, നോ കാർഡ് ആണ് കാണിക്കുന്നത്. അപ്പം നമ്മുടെ മെമ്മറി കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റത്തുള്ളൂ. എന്നിട്ട് നമുക്ക് ഓഫ് ആക്കണമെങ്കിൽ ഇവിടെ ഇങ്ങനെ ഞെക്കി പിടിക്കുക, ഓഫാവും. അപ്പം ഇങ്ങനെ നല്ല ക്യാമറയാണ്. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. പിന്നെ എൻ്റെ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സൂപ്പർ ആയിട്ടുള്ള. പിന്നെ ഗൈസ്, ഒരു കാര്യം ഞാൻ കാണിക്കാൻ അങ്ങ് മറന്നുപോയി. അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഇതില്ലേ, ഇത് നമ്മൾ ഓപ്പൺ ആക്കാം. എന്നിട്ട് നമുക്ക് ഇത് വേറൊരു ഇതുകൊണ്ട് ഞാൻ കാണിക്കാൻ മറന്നതാണ് ഗൈസ്. ഓക്കെ, നമുക്കിതാ ചിലതെന്താ കാണിക്കാത്തത്. ഇത് കണ്ടോ, ഇത് നമുക്കിങ്ങനെ അപ്പോൾ ഇതിങ്ങനെ ഇവിടെ ഇങ്ങനെ ഞെക്കി പിടിച്ച് കഴിഞ്ഞാൽ നമ്മളിതിങ്ങനെ സൂമാക്കി എടുക്കാൻ പറ്റും. പിന്നെ ഇങ്ങനായി പോവും. അങ്ങനെ നമുക്ക് സൂം ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്യാമറ. നമുക്ക് ഇത് ഓഫാക്കാം. ഓക്കെ, കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ. ബൈ.